Dear students, in this video we will be discussing about implementation of logic function using transmission gate. So we have studied about the transmission logic gate. Okay, you might have know about the symbol which is shown here. This is a transmission gate, and here its upper part shows the NMOS and lower part shows the PMOS. So if we want to show, or if we want to implement a logic function using this transmission gate, suppose the logic function is AB, that is a product term. So actually we will be implementing this by using a single transmission gate. So here you have to concentrate on one thing, that is on the NMOS side. That is, actually AB is a product term, so you have to give one input to this side and the other input is given as a control side, that is to the NMOS side. That is, the product of these two input will be appearing at the output. So no need to concentrate on this PMOS side. So if B is given here, then automatically B bar will be here. Okay, so actually you have to write the variables at the NMOS side. Okay, so if you want to implement this AB, actually this is by using only one transmission gate. If you are asked to implement this logic function by using two transmission gate, then what will you do? So if you want to use two transmission gate, first of all you should draw two transmission gate like this, and first transmission gate output is B. That means if we are giving B here, B bar will be automatically appear here, and the input will be high, logic high 1. That means 1 into B will be B here. So next transmission gate will have to give AB as the output, so you have to give A input here. So അതായത് AB എന്നുള്ള ഫംഗ്ഷൻ രണ്ട് ട്രാൻസ്മിഷൻ ഗേറ്റ് വെച്ചിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ട്രാൻസ്മിഷൻ ഗേറ്റിൽ നിങ്ങൾ B കൺട്രോൾ സൈഡിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഇൻപുട്ട് എന്തായിരിക്കണം? 1 ഇൻറ്റു B ഈക്വൽ ടു B അല്ലേ കിട്ടും. അപ്പോൾ ഒന്ന് 1ന് പകരം ഇവിടെ VDD എന്നാണ് കാണിച്ചത്, അപ്പോൾ ഇവിടെ B കിട്ടും. പിന്നെ അടുത്ത ട്രാൻസ്മിഷൻ ഗേറ്റിൽ ബാക്കി എന്നാണ് B ഇൻറ്റു A ആണ് വേണ്ടത് അല്ലേ, അപ്പോൾ ഇവിടെ A കൊടുക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി A ബാർ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ AB ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ടേം ആണെങ്കിൽ, പ്രൊഡക്റ്റ് ടേം ഒറ്റൊരെണ്ണം മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ട്രാൻസ്മിഷൻ ഗേറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിൽ എത്ര വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? 2 വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇക്വേഷൻ നോക്കുക, AB പ്ലസ് A B ബാർ C പ്ലസ് A ബാർ C ബാർ. അപ്പോൾ ഇതിൽ നോക്കണേ പ്രൊഡക്റ്റ് ടേംസ് ഉണ്ട് അല്ലേ, AB എന്നുള്ള പ്രൊഡക്റ്റ് ടേം ഉണ്ട്, A B ബാർ C ഉണ്ട്, A ബാർ C ബാർ ഉണ്ട്. അപ്പോൾ എന്നാൽ AB എന്നുള്ളത് നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് കൊണ്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ നോക്കുക A B ബാർ C. അപ്പോൾ ഇയാളെ നോക്കുക, ഈ ടേമിനെ നോക്കുക, ഇത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിൽ 2 വേരിയബിളേ പറ്റുള്ളൂ. അപ്പോൾ എയും ബി ബാറും ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിൽ കൊടുക്കുക, ഇൻറ്റു C കാണണമെങ്കിൽ അടുത്ത ട്രാൻസ്മിഷൻ ഗേറ്റിൽ C കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് അത് സീരീസ് ആയിട്ട് പ്രൊഡക്റ്റ് ടേംസ് ആണ് സീരീസ് ആയിട്ട് ട്രാൻസ്മിഷൻ ഗേറ്റ് കണക്ട് ചെയ്യണം, പ്ലസ് ടേംസ് ആണെങ്കിൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ AB എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ Aയും കൊടുക്കും, Bയും കൊടുത്തു. അപ്പോൾ B ബാർ അടുത്തതിൽ വന്നല്ലേ, അപ്പോൾ ഇത് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് AB കിട്ടി. ഇനി A B ബാർ C ആണെങ്കിൽ A B ബാർ നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് എന്ന് കണ്ടുപിടിക്കുക. അതിൽ A കൊടുത്തു, B ബാർ ഇവിടെയാണെങ്കിൽ B ഇവിടെ കൊടുക്കും, അപ്പോൾ A B ബാർ ഇവിടെ കിട്ടി. പക്ഷേ A B ബാർ മാത്രം പോരല്ലോ, ഇൻറ്റു Cയും കൂടി വേണം. അപ്പോൾ Cനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്തു. അപ്പോൾ A B ബാർ C ഇവിടെ കിട്ടി. ഇനി അടുത്ത A ബാർ C ബാറാണ് ടേം. അപ്പോൾ A ബാർ ഒരു ടേം ഇൻപുട്ട് കൊടുക്കുക, C ബാർ അടുത്ത കൺട്രോൾ സിഗ്നലായിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ഓട്ടോമാറ്റിക്കലി ബബിൾഡ് പോർഷനിൽ C വരും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ A ബാർ C ബാർ വരും. ഇനി ഇതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. F ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചില കേസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ കൂട്ടി വരച്ചിട്ടുണ്ട് അല്ലേ, ബിയും ഇതിൻ്റെ കൺട്രോൾ ഇൻപുട്ട് B ആണ് വരുന്നത്, ഇവിടെയും B വരും. അത് കൂട്ടി വരച്ചിട്ട് ഇവിടെ B എന്ന് നമുക്ക് ഇൻപുട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് AB പ്ലസ് A ബാർ B, അതെന്ന് പറഞ്ഞാൽ എക്സ്നോർ ഗേറ്റ് ആണ്. അപ്പോൾ അതിലെന്തുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, 2 ടേം ഉണ്ട്, അതുപോലെ അഡീഷനും ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്യും, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് അടുത്ത ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്യും. അഡീഷൻ ആയതുകൊണ്ട് പിന്നീട് അതിനെ രണ്ടും കൂടി പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ A കൊടുത്തു കഴിഞ്ഞാൽ B അടുത്ത ടേമിൽ വരും, പിന്നെ B ബാർ ഇവിടെ വരും, പിന്നെ A ബാറാണ് ഇൻപുട്ട് കൊടുക്കുന്നതിൽ B ബാർ അടുത്തതിൽ വരും. അപ്പോൾ ഇതെന്താവും? B ആവും. അപ്പോൾ A ബാർ B ബാർ. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, NMOS സൈഡിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ടേംസിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ AB എന്ന് വരുമ്പോൾ അത് NMOSൻ്റെ ഔട്ട്പുട്ടായിട്ട് എടുക്കണം. അത് A ഇവിടെ കൊടുക്കുകയാണെങ്കിൽ B എന്ന് പറയുന്നത് NMOS സൈഡിൽ കൊടുക്കണം. ഓക്കെ, ഇനി A ബാർ B ബാർ ആയിട്ട് A ബാർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ B ബാർ എന്ന് പറയുന്നത് NMOS സൈഡിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻറ്റ്, അഡിഷൻ ആണെങ്കിൽ പാരലൽ കണക്ഷൻ വരും,
പ്രൊഡക്റ്റ് ടേംസിൻ്റെ ഇൻപുട്സ് വേരിയബിൾസ് എൻമോസിൽ ഇൻപുട്ടായിട്ട് കൊടുക്കണം അല്ലേ. പ്രൊഡക്റ്റ് ടേമാണ് വരുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പം പ്രൊഡക്റ്റ് ടേം 2 ട്രാൻസ്മിഷൻ ഗേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി let us see how to design a 4:1 mux using a transmission gate. അപ്പോൾ സാധാരണ 4:1 മക്സ് എന്ന് പറഞ്ഞാൽ 4 ഇൻപുട്ടും 1 ഔട്ട്പുട്ടും. അപ്പോൾ സെലക്ഷൻ ലൈൻ എത്രയുണ്ടാവും? നമ്മൾ നേരത്തെ പാസ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ പഠിച്ചതാണ് 2 സെലക്ഷൻ ലൈൻസ് വിൽ ബി ദെയർ ഫോർ ദി 4:1 മക്സ്. അപ്പോൾ അതിന് നമുക്ക് കാണിക്കാം, നമുക്ക് 4 ഇൻപുട്ട്സ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്കൊരു ട്രാൻസ്മിഷൻ ഗേറ്റ് 2 ഇൻപുട്ട്സ് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻപുട്ട്സ് വെച്ചിട്ട് മാത്രം കാണിക്കാൻ കഴിയുന്ന മക്സിനെ 4:1 മക്സിനെ വേറെ ഏതെങ്കിലും ഫോമിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് നോക്കാം. അപ്പോൾ 4:1 മക്സിനെ 2:1 മക്സ് ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ 3 4:1 2:1 മക്സ് ചേർന്ന് ഒരു 4:1 മക്സ് ആവും. അപ്പോൾ നമുക്ക് ഓരോ മക്സും വരക്കാം. എയും ബിയും ഒരു മക്സിൽ കൊടുത്തു, സിയും ഡിയും അടുത്ത മക്സിൽ കൊടുത്തു. ഈ എയിലും ബിയുടെ ഔട്ട്പുട്ട് എക്സ് ആണ്, സിൻ്റെ ഡി ഔട്ട്പുട്ട് വൈ ആണ്. പിന്നെ അടുത്ത മക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ് ഫൈനലായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ലൈൻ ഇതിൽ S1 ആണ് കൊടുക്കുന്നത്, ഇതിൽ S0 വരും. അപ്പോൾ ഇത് S0 രണ്ടിനും S0 ആണ്. അപ്പോൾ S0 0 ആകുമ്പോൾ A സെലക്ട് ചെയ്യും, S0 1 ആകുമ്പോൾ B സെലക്ട് ചെയ്യും അല്ലേ. ഇതിലാണ് S0 0 ആകുമ്പോൾ C സെലക്ട് ചെയ്യും, S0 1 ആകുമ്പോൾ D സെലക്ട് ചെയ്യും. ഇനി ഈ ഫൈനൽ ഔട്ട്പുട്ടിൽ ഇത് S1 ആകുമ്പോൾ S1 0 ആവുന്ന സമയത്ത് X സെലക്ട് ചെയ്യും, S1 1 ആവുന്ന സമയത്ത് Y സെലക്ട് ചെയ്യും. അപ്പോൾ S1 1 ആവുന്ന അപ്പോൾ ഇതിൽ എത്ര കോമ്പിനേഷൻ വരും? S1 1 ആവുന്ന സമയത്തും S0 0 ആവുന്ന സമയത്തും ഒരെണ്ണം ഉണ്ടാവും. S1 0 ആവുന്ന സമയത്തും S1 1 ആവുന്ന സമയത്ത് S0 0 ആവുന്ന സമയത്ത് ഇതാണ്, 1 ആവുന്ന സമയത്ത് വേറെ ഒന്നുണ്ടാവും. അതുപോലെ തന്നെ S1 1 ആവുന്ന സമയത്ത് ഇതിന് തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ. അപ്പോൾ ടോട്ടൽ എത്ര വരും നോക്കും, ഇവിടെ എഴുതിയുണ്ടോ S0 S1 എന്നല്ലേ. S0 0 ആവുന്ന സമയത്ത് A ആണെങ്കിൽ S0 1 ആവുന്ന സമയത്ത് B ആണെന്ന് പറഞ്ഞു. ഇനി S0 താഴത്തിൻ്റെ കേസിലാണ് S0 0 ആവുന്ന സമയത്ത് C ആണ്, S0 1 ആവുന്ന സമയത്ത് D ആണെന്ന് ഇരിക്കുക. ഇനി S1ൻ്റെ കണ്ടീഷൻ നോക്കുക. S1 0 ആവുന്ന സമയത്ത് മേലത്തെ പാത്താണ് ചൂസ് ചെയ്യുക. S1 0 ആവുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. ഇനി S1 1 ആവുന്ന സമയത്ത് താഴത്തെ പാത്രത്തിൽ ഏതെങ്കിലും ഒന്നാണ് വരിക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ S1 ബാർ ഇൻറ്റു S0 ബാർ ഇൻറ്റു A വരും. പിന്നെ S1 ബാർ ഇൻറ്റു S0 ഇൻറ്റു B വരും അല്ലേ. നെക്സ്റ്റ് S1 ഇൻറ്റു S0 ബാർ C വരും. ഇനി നെക്സ്റ്റ് S1 ഇൻറ്റു S0 D വരും. അപ്പോൾ S1 S0 D വരും. S1 ഇൻറ്റു S0 ബാർ എന്ത് വരും? C വരും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ഇവിടെ എടുത്തിരിക്കുന്ന കോമ്പിനേഷൻ വേറെയാണ്. അതിൻ്റെ ഇക്വേഷൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. നമുക്കിവിടെ ഇക്വേഷൻ്റെ ഒന്നും പ്രാധാന്യമില്ല. നമുക്ക് ആകെ ഈ മക്സ് 2:1 മക്സ് മാത്രം നോക്കുക. 2:1 മക്സിന് എങ്ങനെ കാണിക്കുക? 2 ഇൻപുട്ട് ഉണ്ട് അല്ലേ. ഔട്ട്പുട്ട് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? X = S0 ബാർ ഇൻറ്റു A പ്ലസ് S0 ഇൻറ്റു B. അതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ മാത്രമേ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി വൈൻ്റെ ഇക്വേഷൻ എന്താണ്? വൈൻ്റെ ഇക്വേഷൻ എന്താണ്? S0 ബാർ ഇൻറ്റു C പ്ലസ് S0 ഇൻറ്റു D. അതാണ് വൈയുടെ ഇക്വേഷൻ. ഇനി S1ൻ്റെ ഇക്വേഷൻ എന്താണ്? S1 ബാർ ഇൻറ്റു X പ്ലസ് S1 ഇൻറ്റു Y. അതാണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ 3 ഇക്വേഷനാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ലാസ്റ്റിലത്തെ ഇക്വേഷൻ ഫൈനലായിട്ടുള്ള ആദ്യത്തെ ഇക്വേഷന് നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ഗേറ്റ് വെച്ച് കാണിക്കേണ്ടത്. 2 ട്രാൻസ്മിഷൻ ഗേറ്റ് വേണ്ടി വരും. ലാസ്റ്റിലത്തെ ഇക്വേഷന് 2 ട്രാൻസ്മിഷൻ ഗേറ്റ് വേണ്ടി വരും. ഇതിനും 2 ട്രാൻസ്മിഷൻ ഗേറ്റ് വേണം. അപ്പോൾ ആദ്യം ഇതിനെ നോക്കാം. ഇതെങ്ങനെയാണ്? ഇതെന്ന് പറയുന്നത് ഏതിന് കറസ്പോണ്ടിങ് ആണ്? ഈ എക്സിന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ S0 ബാർ ഇൻറ്റു A പ്ലസ് S0 B അതെങ്ങനെയാണ് നോക്കുക. S0 ബാർ ഇൻറ്റു എന്താണ്? S0 ബാർ ഇൻറ്റു A ആണ്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസ്മിഷൻ ഗേറ്റ് S0 ബാർ ഇവിടെ കൊടുത്തു ഇൻറ്റു A. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് S0 വരും. അപ്പോൾ S0 ബാർ ഇൻറ്റു A ഇവിടെ കിട്ടി. ഇനി അടുത്ത എന്താണ്? S0 ഇൻറ്റു B ആണ് അതിനോട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് പാരലായിട്ട് കണക്ട് ചെയ്യണം. S0 ഇൻറ്റു B എന്ന് പറയുമ്പോൾ S0 മുകളിൽ കൊടുക്കും, B ഇവിടെ കൊടുക്കും. അപ്പോൾ S0 ബാർ ഓട്ടോമാറ്റിക്കലി വഴി ഇത് 2 പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് X കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ Y കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? S0 ബാർ ഇൻറ്റു C പ്ലസ് S0 D. അപ്പോൾ S0 ബാറും കൊടുത്തു, സിയും എൻമോസ് സൈഡിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. പിന്നെന്താണ്? S0 ഇൻറ്റു D ആണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അടുത്ത ട്രാൻസ്മിഷൻ ഗേറ്റിൽ S0 ഇൻറ്റു D ഇത് 2 പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. കാരണം അത് സം ടേം ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രൊഡക്റ്റ് ടേംസിന് സം ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ 2 ഔട്ട്പുട്ടും എവിടെ കൊടുക്കണം? ഇതിൽ കൊടുക്കണം അല്ലേ. ലാസ്റ്റിലത്തെ ഇക്വേഷൻ എന്താണ്? S1 ബാർ ഇൻറ്റു X പ്ലസ് S1 Y അല്ലേ.
എസ് വൺ ബാറിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൽ പോകും. അപ്പോൾ S1 ബാർ ഇവിടെ കൊടുക്കണം, അതിൽ എക്സ് വരും. അപ്പോൾ S1 ബാർ എക്സ് ഇവിടെ കിട്ടും. ഇനി S1 വൈ കിട്ടണമെങ്കിൽ S1 ഇതിൻ്റെ മുകളിൽ എൻമോ സൈഡിൽ കൊടുത്ത് പിന്നെ വൈ കൊടുത്ത് S1 വൈ ഇത് നമ്മൾ ആഡ് ചെയ്തിടുക. അപ്പോൾ ഇതാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4:1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4:1 നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 2:1 മക്സ് വെച്ചിട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതുപോലെ തന്നെ 8:1 മക്സ് നിങ്ങളോട് ചെയ്യാൻ പറയുമ്പോൾ 8:1 മക്സ് എന്ന് പറയുമ്പോൾ 8 ഇൻപുട്ടും 1 ഔട്ട്പുട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ 8 ഇൻപുട്ടിനെ തന്നെ 8:1 നമുക്ക് ഇങ്ങനെ എഴുതാം, 4:1 മക്സിൻ്റെ ടേമിൽ എഴുതാം. ആ 4:1 മക്സിന് 2:1 മക്സ് ആയിട്ട് എഴുതാം. അപ്പോൾ രണ്ട് 4:1 മക്സ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 8:1 മക്സ് കിട്ടും. അപ്പോൾ നോക്കാം, ഒരു 4:1 മക്സ് ഇതാണ്, അടുത്ത 4:1 മക്സ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു 2:1 മക്സ് വേണ്ടി വരും. ഇവിടെ എത്ര സെലക്ഷൻ ലൈൻസ് ഉണ്ടായിരിക്കും? ഒന്നാമത്തെ സ്റ്റേജിൽ S0 ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ S1, മൂന്നാമത്തെ സ്റ്റേജിൽ S2. അപ്പോൾ 3 സെലക്ഷൻ ലൈൻസ് ഉണ്ടാവും. കാരണം എന്താണ്? 3 ബിറ്റ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം 8 ലൈൻസ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? 000 മുതൽ 8 വരെയുള്ള 1000 വരെയുള്ള കോമ്പിനേഷൻ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് 000 മുതൽ 111 വരെ കോമ്പിനേഷൻ എടുക്കാം. 8 ലൈൻസ് ചൂസ് ചെയ്യാൻ ഇത്രയും വേണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മക്സ് ഏതാണ്? ഓരോ മക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? ഒരു ട്രാൻസ്മിഷൻ. ഓരോ മക്സിന് പകരം എത്ര ട്രാൻസ്മിഷൻ ഗേറ്റ് വേണം? 2 ട്രാൻസ്മിഷൻ ഗേറ്റ് അല്ല, അങ്ങനെയല്ലേ? ഇവിടെ 2:1 മക്സിന് പകരം എത്ര വന്നു? 2 ട്രാൻസ്മിഷൻ ഗേറ്റ്. ഈ 2:1 മക്സിന് പകരം 2 ട്രാൻസ്മിഷൻ ഗേറ്റ്. ഈ 2:1 മക്സിന് പകരം 2 ട്രാൻസ്മിഷൻ ഗേറ്റ്. സോ ഇവിടെ ഇപ്പോൾ എത്ര മക്സ് ഉണ്ട്? 1 2 3 4 5 6 7 മക്സ് ഉണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ട്രാൻസ്മിഷൻ ഗേറ്റ് വേണമോ? 14 ട്രാൻസ്മിഷൻ ഗേറ്റ് വേണം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാം ഇവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കൂ, 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ 14 ട്രാൻസ്മിഷൻ ഗേറ്റ് ഉണ്ട്. സിമ്പിളാണ് വരക്കാൻ. ഡയറക്റ്റ് 8:1 മക്സിന് 2:1 മക്സ് ആക്കാൻ എന്ന ഡയഗ്രാം അറിയണം. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഗേറ്റ് വരച്ചാൽ മതി. ഇത്രയാണ് ഈ ടോപ്പിക്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോജിക് ഫംഗ്ഷൻ യൂസിങ് ട്രാൻസ്മിഷൻ ഗേറ്റ് ലോജിക്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.